നീ ഇതിന് വിഷ്ണു ഇപ്പം ഇങ്ങോട്ട് വന്നത്? എനിക്ക് നീയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പിന്നെ എന്താ എനിക്കൊരു മാർഗമുള്ളത്? എന്നെ എല്ലായിടത്തും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കല്ലേ. ചെയ്തത് തെറ്റായിപ്പോയെന്ന് എനിക്കറിയാം. നേരിട്ട് കണ്ടൊരു സോറി പറയാൻ വേണ്ടി വന്നതാണ്. സോറി പറഞ്ഞുകൊണ്ടൊന്നും നീ ഉണ്ടാക്കി വെച്ച ഡാമേജ് മാറില്ല വിഷ്ണു. എന്നെ ട്രസ്റ്റ് ചെയ്യാത്ത, എൻ്റെ പ്രൈവസി കയറി ഇടപെടുന്ന ഒരാളെ സ്നേഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നീ എന്താ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? ബ്രേക്കപ്പ് ആണോ? ഓ, നിനക്കെന്നെ കല്യാണം കഴിച്ചാൽ മതിയല്ലോ അല്ലേ? അതാകുമ്പോൾ എക്സാം എഴുതണ്ട, ജോലിക്ക് പോകണ്ട, സുഖമാവല്ലോ നിനക്ക്. ശില്പ, നീ ഒരുമാതിരി മറ്റോടത്ത് വർത്താനം പറയരുത്. നിന്റെ അപ്പൻ്റെ കാശ് കണ്ടിട്ടാണോ ഞാൻ നിന്നെ സ്നേഹിച്ചത്? വിഷ്ണു, നീ ഇപ്പോൾ പോയേ, നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്കൊക്കെ വട്ടായിട്ടിരിക്കും. എന്താടി, എന്താ പ്രശ്നം? ഒന്നുമില്ല പച്ച, ഇതെൻ്റെ ക്ലാസ്മേറ്റാണ് വിഷ്ണു. അത് ഞാൻ പുറത്തുനിന്ന് കേട്ടായിരുന്നു. അത് പോട്ടെ, പാസ്റ്റൊന്നും എനിക്കറിയണ്ട. ഇപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എൻ്റെ പച്ച, ഇതൊന്നും കേട്ടാൽ മനസ്സിലാകാത്ത ആളെ അപ്പച്ചെന്ന് മൂക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ പറ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. എന്നാ മോള് വീട്ടിലേക്ക് ഇല്ലേ, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. പൊക്കോ. വിഷ്ണു അല്ലേ? ആ, എന്നെ മനസ്സിലായോ? ശില്പയുടെ അപ്പച്ചനല്ലേ? ആ, അതാ വിഷ്ണുവിൻ്റെ പ്രശ്നം. വിഷ്ണുവിനെ അങ്ങനെ മാത്രമേ എന്നെ അറിയുള്ളൂ. എവിടാ വീട്? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ എവിടെ? മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ, ഹൗസിംഗ് കോളനിയിൽ. ഇപ്പം എന്ത് ചെയ്യുന്നു? അച്ഛന് വർക്ക്ഷോപ്പുണ്ട്. എന്നാ പറ, എന്താ വിഷ്ണുവിൻ്റെ പ്രശ്നം? എനിക്ക് ശില്പേനെ ഇഷ്ടമാണ്. നല്ല ധൈര്യശാലിയാണല്ലോ. വിഷ്ണുവിൻ്റെ പ്രായത്തിലേ എനിക്കിങ്ങനെ പ്രേമിച്ച് നടക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. 10 കാശുണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. വെറുതെ വെയിലും കൊണ്ട് കാശും പിരിച്ച് നടന്ന സമയത്ത് കാശുള്ള വീട്ടിലൊരു പെങ്കുച്ചിനെ പ്രേമിച്ചാൽ കെട്ടിയാൽ മതിയായിരുന്നല്ലോ. അല്ല, വിഷ്ണുവിന് ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് വന്ന് കയറുന്നതിന് മുമ്പ് അവളോടെങ്കിലും ഒന്ന് അന്വേഷിക്കാമായിരുന്നു ഞാൻ ആരായിരുന്നു. എന്നാ കേട്ടോ, നിന്നെ കെട്ടിയില്ലെങ്കിലേ അവൾ കെട്ടിത്തൂങ്ങി ചാവൂന്ന് പറഞ്ഞാലും ഞാനങ്ങ് ചാവട്ടെ എന്ന് വെക്കും. അപ്പോഴാണ് അവൾ പറയുന്നത് നീയായിട്ടൊരു ബന്ധവുമില്ലെന്ന്. അല്ല, അത് അവൾ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞ. അവൾക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണ്. സാറിൻ്റെ ഈ കാശൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ സാറിൻ്റെ സമ്മതം ഇല്ലെങ്കിലും അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ തന്നെ. ഇപ്പം നിനക്ക് കാര്യങ്ങൾ പിടിയിട്ടില്ലേ? ഇനി മേല ഇത് പറഞ്ഞ് ഈ കമ്പനിയുടെ പരിസരത്തെങ്ങാനും നിന്നെ കണ്ടാലുണ്ടല്ലോ, ഇറങ്ങിപ്പോടാ. ചില കമ്പനികളുടെ ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും കമ്പനികളുടെ AMC കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നീ എന്നാ അങ്ങനെ എന്തെങ്കിലും ചെയ്യടാ. കിട്ടണ്ടാ അനീഷേട്ടാ, ആ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂടെ വെക്കോ? എന്താണ്? നിൽക്കോന്ന് പറ. എടാ നീ കാര്യം പറ. എനിക്കേ ആ, ശില്പയുടെ പന തല്ലണം. ആ ബെസ്റ്റ്. എന്തിന്? ഞാൻ അവളോട് സോറി പറയാൻ വേണ്ടി ഓഫീസിൽ ചെന്നതാണ്. അയാൾ എന്നെ പിടിച്ച് തല്ലി. തല്ല് പിടിച്ച് തല്ലീന്നാ? നിനക്കൊരു പ്രാങ്ങുണ്ട് വിഷ്ണു. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് അയാളെ തിരിച്ചു തല്ലണം. അനീഷേട്ടൻ എൻ്റെ കൂടെ വെക്കണം. നീ ആവശ്യമില്ലാത്ത പണിക്ക് പോയില്ല കേട്ടോ, അവരൊക്കെ വലിയ ബിസിനസ്സുകാരാണ്. എടാ വെള്ളം കുടിച്ച് കുടിക്ക്. അതെ എടാ, അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. നമ്മളെ കൊണ്ട് തിരിച്ചെല്ലും നടക്കില്ല. അവക്ക് നിന്നെ വേണ്ടല്ലോ. നീ അവളെ മറന്നേക്ക്, അത് നല്ലത്. അവളെ ഞാൻ മറക്കാം, പക്ഷെ ഇതുണ്ടല്ല, അവളപ്പം ചാവില്ലാട്ടാ. ഓക്കെ, ബ്രാഞ്ചിൽ നിന്ന് കോള്.
ആ ചേച്ചി ശരി. അവിടുത്തെ പ്രിൻ്ററിൻ്റെ എന്തോ കംപ്ലൈൻറ്റ്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ജോർജേ ഡാ ഇങ്ങോട്ട് വയ്ക്കേ, ഞാൻ പോയിട്ട് വരാം. ഞാൻ ഇവിടെ ഇരിക്കട്ടാ. അനീഷേട്ടാ ഞാനും ഉണ്ട്. എന്താടാ എടുക്ക്, വണ്ടി എടുക്ക്, എന്താന്ന് എടുക്ക്. എന്ത് ചേച്ചി അനുഷ ഇത് തെളിയുന്നില്ല. അവിടെ അനീഷേട്ടാ എനിക്ക് ഇവിടുത്തെ സിസ്റ്റം ഒന്ന് ചെക്ക് ചെയ്യണം. എന്തിന് ചെക്ക് ചെയ്യണം. എടാ നീ ആവശ്യം നോക്കിയേ. ആ ചേച്ചി ആ. ഞാൻ സിസ്റ്റം നോക്കിക്കോളേട്ടാ. ആ. എടി ഇന്നലെ ഗോൾഡ് ആളുടെ കൈവശം നിർത്തേ. ഇതാണോ? ആ, ഇതാണെന്നാ തോന്നണേ. കണ്ണൂട്ട് പിടിക്കും. ആ ചേച്ചി ഓക്കെ ഉണ്ട്. എന്താ ചെയ്തേ? ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അവരുടെ സെർവറിൻ്റെ പബ്ലിക് ഐ പി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ സെക്യൂരിറ്റി ഉള്ളതൊന്നുമല്ല. വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഒരു പണി കൊടുക്കടാ റോയൽ പീരിയഡിന്. ബൈനറി കിങ്ങാ. ആ അതെൻ്റെ VPN പ്രൊഫൈൽ നെയിമാണ്. നിനക്ക് കുറച്ചുകൂടി നല്ല പേരിട്ടൂടെ? ആ എന്നാൽ പിന്നെ ഞാൻ ഉദയൻ ചേട്ടൻ്റെ ഓട്ടോൻ്റെ പേരിടാം. എന്ത് നീ ഇതിലേക്ക് എങ്ങനെ കയറാൻ പോണേ? ഇത് കണ്ട, ഇത് അവരുടെ RTP പോർട്ടാണ്. അത് ഓപ്പണാണ്. അതുവഴി ഒന്ന് അറ്റാക്ക് ചെയ്ത് നോക്കട്ടെ. അതിന് നിനക്ക് പാസ്വേഡ് അറിയോ? അതിനാണ് ഏട്ടാ അറ്റാക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 1.5 കോടി പാസ്വേഡ് ഉള്ള ഒരു ഡാറ്റാബേസ് ഉണ്ട്. അതിൽ നിന്ന് ഓരോന്നും മാച്ച് ചെയ്ത് നോക്കണം. അതിലേതെങ്കിലും ഒന്നാണെങ്കിൽ കിട്ടും. അതല്ലെങ്കിൽ തന്നെ വേറെ വഴികളുണ്ട്. അതിലപ്പം നമ്മൾ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യാം.